കർണാടകയിലെ ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ ലോറിയെയും ഡ്രൈവർ അർജുനെയും കണ്ടെത്താനുള്ള പരിശ്രമം 10ാം ദിവസവും പുരോഗമിക്കുന്നു. രക്ഷാദൌത്യത്തിൽ ഏറെ നിർണായകമായ ദിവസമാണ് ഇന്നലെ വൈകിയാണ് സോണാർ പരിശോധനയിൽ ലോറിയുള്ള സ്ഥലം കണ്ടെത്തിയത്. സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് അർജുൻ ഉണ്ടോ എന്ന് ഉറപ്പിക്കാൻ ഇന്ന് സാധിക്കുമെന്നാണ് സൈന്യത്തിന്റേതുൾപ്പെടെയുള്ള കണക്കുകൂട്ടലുകൾ. കാലാവസ്ഥ അനുകൂലമായതുകൊണ്ട് എത്രയും നേരത്തെ രക്ഷാപ്രവർത്തനം ആരംഭിക്കും. ശക്തമായ പോലീസ് പരിശോധനയാണ് പ്രദേശത്തുള്ളത്. ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള പരിശോധന ഇന്ന് തുടരും. ആഴങ്ങളിലേക്ക് വീണ വസ്തുക്കൾ കണ്ടെത്താൻ റഡാർ പരിശോധനയും നടത്തും. വാഹനം എങ്ങനെയാണ് കിടക്കുന്നത് എന്ന് മനസ്സിലാക്കാനാണ് ഡ്രോൺ പരിശോധന നടത്തുന്നത്. മുങ്ങൽ വിദഗ്ധരുടെയും സഹായം സൈന്യം തേടിയിട്ടുണ്ട്. അർജുന്റെ ലോറിയുള്ള സ്ഥലത്തെ ചെളി ബൂമർ യന്ത്രം ഉപയോഗിച്ച് നീക്കാനുള്ള ശ്രമം ഇന്നലെ തന്നെ ആരംഭിച്ചിരുന്നു. ചെളി പൂർണ്ണമായും നീക്കാൻ രണ്ടാമതൊരു ബൂമർ യന്ത്രം കൂടി ഇന്ന് എത്തും. ആദ്യം നടത്തിയ റഡാർ പരിശോധനയിൽ പ്രത്യേകിച്ച് വിവരങ്ങളൊന്നും ലഭിക്കാത്തതിനെ തുടർന്ന് സോണാർ പരിശോധനയിൽ നടത്തിയപ്പോഴാണ് ലോറിയുള്ള സ്ഥലം ഇന്നലെ കണ്ടെത്താനായത്. ഇപ്പോൾ ലഭിക്കുന്ന റഡാർ വിവരങ്ങൾ അനുസരിച്ച് ലോറി തല കീഴായി മറിഞ്ഞു കിടക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ മഴയില്ലെങ്കിലും തിരച്ചിൽ പുരോഗമിക്കുമ്പോൾ കാലാവസ്ഥ മോശമാകാനുള്ള സാധ്യതയുണ്ട്. രക്ഷാപ്രവർത്തനം നടത്തുന്ന ശിരൂരിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്.